സാമൂഹ്യവിരുദ്ധർ മത്സ്യവില്പന ഷെഡ് തകർത്തു. പാവപ്പെട്ട സുഹൃത്തുക്കളായ മത്സ്യത്തൊഴിലാളികൾ ബുദ്ധിമുട്ടിലായി. പത്തനാപുരം കടയ്ക്കാമൺ പാലത്തിന് സമീപത്തായി പ്രവർത്തിച്ചു വന്ന മത്സ്യവ്യാപാരശാലയാണ് സാമൂഹ്യവിരുദ്ധർ നശിപ്പിച്ചത്. ടാർപോളിൻ മേഞ്ഞ താൽക്കാലിക ഷെഡും ഇരുമ്പുതട്ടും സമീപത്തെ തോട്ടിലേക്ക് വലിച്ചെറിഞ്ഞ നിലയിലാണ്. കുണ്ടയം സ്വദേശികളും സുഹൃത്തുക്കളുമായ സാബുവും സതീഷും ചേർന്ന് നടത്തുന്ന മത്സ്യഷെഡാണ് തകർത്തത്. കച്ചവടം കഴിഞ്ഞ് പോയപ്പം നമ്മൾ കച്ചവടം കഴിഞ്ഞെല്ലാം തട്ടെല്ലാം കഴുകി ഒതുക്കി നമ്മൾ പോയപ്പം 9 മണി കഴിഞ്ഞിട്ടുള്ള സംഭവം ഇത്. 10-12 മണിയായി രാത്രി. അങ്ങനെ രാവിലെ നമ്മൾ വീട്ടിൽ നിന്ന് ഇവിടുന്ന് അവിടെ തേപ്പുകട നടന്ന ഒരാൾ പറഞ്ഞു ഇവിടെ തട്ടെല്ലാം കൂടെ വാരി തോട്ടിലിട്ടേക്കും. അങ്ങനെ ഞാൻ രാവിലെ ഇവിടെ വന്നപ്പോൾ അവിടെ ആൾക്കാരെല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളിവിടെ ആരുമായിട്ട് ഒന്നും ശത്രുതയൊന്നുമില്ല. ഇനി ആരെങ്കിലും മത്സ്യം വിൽക്കുന്നവരുമായിട്ടുള്ള ഇതായിരിക്കും ചിലപ്പോൾ. കുടിപ്പക. അതെന്തിൻ്റെ പേരില്ല? നമ്മൾ ഇച്ചിരി മീനൊക്കെ ഇച്ചിരി വില കുറച്ചാണ് വിൽക്കുന്നത്. അപ്പം ഈ പള്ളിമുക്കും അവിടെ ഇവിടെ എല്ലാം വിൽക്കുന്നതിനെക്കാട്ടിലും 50 രൂപ താത്താണ് ഞാൻ വിൽക്കുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഇതായിരിക്കും. അതിനെ ഇതുള്ളൂ, വഴിയുള്ളൂ. വ്യാപാരത്തിനായി കൊല്ലത്തെത്തി മീനെടുത്ത് മടങ്ങുമ്പോഴാണ് കട തകർന്ന വിവരം സാബുവും സതീഷും അറിയുന്നത്. മറ്റു മത്സ്യവ്യാപാരശാലകളിൽ നിന്ന് വ്യത്യസ്തമായി മീനിന്റെ വില കുറച്ചു നൽകുന്നതിന്റെ പ്രതികാരമായിരിക്കാം കട തകർത്തതിന് പിന്നിലെന്ന് സുഹൃത്തുക്കൾ പറയുന്നു. 2 കുടുംബത്തിന്റെ വരുമാന സ്രോതസ്സാണ് സാമൂഹ്യവിരുദ്ധർ തകർത്തത്. പത്തനാപുരം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം.